ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് മോൺസ്റ്റർ ഓഫ് മൈ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ടൊറൻഡോ ആയിട്ടാണ് ഇറങ്ങിയേക്കണത്. പക്ഷേ പയ്യെ നമ്മൾ എടുത്തിട്ടുണ്ട്. പുറകെ ഞമ്മർക്കൊക്കെ എന്തോ പോലെ കസാഡ് ലൈറ്റ് ഓണാക്കാം. അപ്പോൾ ഗായ്സ്, ഇന്ന് എൻ്റെ ഒപ്പം എൻ്റെ അനിയനുണ്ട്. ഗ്ലിറ്റ് ഒരു ഹായ് പറഞ്ഞേ. വേണ്ട, അച്ഛന് നമ്മുടെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ അന്നമാർക്ക് നമ്മളൊരു ഹസാഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് വെച്ചേക്കണത് വണ്ടി മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ മാറും എന്നുള്ളതാണ്. അപ്പോൾ പയ്യെ നമുക്ക് ടൊറൻഡോൻ്റെ ചെറുതായിട്ട് നമ്മൾ ആക്സിഡൻ്റ് ഉണ്ട് 38 ലോക്കൊക്കെ ഉണ്ട്. പയ്യെ പോവാം. കയറാവുന്നവരൊക്കെ കയറട്ടെ. ആൾക്കാർ ഇവരെയൊക്കെ തൂക്കിയിടുക. അവസാനം നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വണ്ടീനെ അത്യാവശ്യം നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, പറഞ്ഞുതരാം. ബാക്കിൽ ഫുള്ള് LED ആണ്. സൈഡിൽ പോലീസല്ല പോയത്. പയ്യെ നമുക്ക് ട്രാക്ക് മാറ്റി കൊടുക്കുക. വണ്ടി ഒതുക്കിയിട്ട് തുടങ്ങണത് നമ്മുടെ ഗ്ലിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും ഇത്. പാർട്ട് ബൈ പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെ പയ്യെ നമ്മൾ ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അമ്മ ഇടുമ്പോൾ തന്നെ എടുപ്പണ്ട. ഓഫ് ചെയ്യുക. നമ്മൾ വണ്ടീൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ഇതിൽ മാക്സിമം എത്താൻ തന്നെ അത്ര ഇട്ടിട്ടുണ്ട്. പൊക്കത്തുനിന്ന് കൊള്ളാലിത്. ഓക്കെ, സൂം ചെയ്ത് വണ്ടി ചെയ്തിട്ടുണ്ട്. വേണ്ട, സൈഡിലൊക്കെ സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ മുകളിൽ തന്നെ പോവാണ്. പൊക്കത്തെ ബാർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെ മിന്നണ ടൈപ്പ് സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, സിഗ്നലിട്ട് കഴിഞ്ഞാൽ മിന്നും അങ്ങനത്തെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കളി തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്ലിറ്റുവിന് വണ്ടി കൊടുക്കുകയാണ്. സ്പീഡാക്കി വണ്ടി ബ്രേക്കാക്കി ബ്രേക്ക് ഒന്ന് പയ്യെ ഒന്ന് ആക്സിലേറ്റർ എടുത്ത് സൈഡ് ഒതുക്കുക. സിഗ്നൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിയമങ്ങളൊക്കെ പാലിച്ചുള്ളൊരു ഡ്രൈവായിരിക്കും. സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു കാര്യമില്ല. നമ്മൾ സിഗ്നൽ ഇട്ട് അത്ര ഒതുക്കിയിട്ട് അയാൾക്ക് കയറി പോകാൻ പറ്റുള്ളേ. ഓക്കെ, വണ്ടി സെറ്റ്. ഇനി നമ്മൾ ട്രിപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഗ്ലിറ്റ് ആയിരിക്കട്ടെ വണ്ടി ഓടിക്കാൻ പോണേ. എന്നാടാ നമ്മൾ പോയി എന്നാ ഞാൻ ഓടിക്കാൻ. ഇനി ഇവനാക്കി നിങ്ങളോട് സംസാരിക്കാൻ പോണേ. ഗൈസ്, നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി പറപ്പിക്കാം. എവിടെയൊന്നും നോക്കണ്ട. ഗൈസ്, ഇവനാക്കി ഇനി നമ്മൾ ഫുൾ സംസാരിക്കുന്ന വണ്ടി ഇടിക്കണ വരെ 100% ഹെൽത്ത് ആക്കിയിട്ടുണ്ട് നമ്മൾ. എടുത്തോ പോട്ടെ. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മൂന്നാർ റൂട്ടാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഹൈവേ ആയതുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ വണ്ടി ഇപ്പോൾ മുംബൈയാണ് ഉള്ളത്. ഗൈസ്, മഴ തുടങ്ങി. വണ്ടി ചെറുതായിട്ട് തെന്നുന്നുണ്ട്. റോട്ടിൽ നിന്ന് സൂക്ഷിച്ചോടിക്കണം. തെന്നില്ല. ഓണക്കടിയുടെ വണ്ടി മറിയൂലിപ്പോൾ. വണ്ടി മറിഞ്ഞിപ്പോൾ നമ്മൾ മരിച്ചു പോകട്ടോ ഗൈസ്. ഇവൻ്റെ ഓടിക്കലുണ്ട കാലിനെ ഫ്രണ്ടിലെടുത്ത് വേണം ഇടിച്ചിടിച്ചിടിച്ച്. ഇടിച്ചതല്ല, ഒരെണ്ണതാണ്. 100% താഴെ ചടിക്കഴിഞ്ഞാൽ തീർന്നട്ടാ. മഴ കഴിഞ്ഞില്ലേ, പാലത്തിൻ്റെ ഡിലേ ആയതുകൊണ്ടാണല്ലേ ഗൈസ്. നമ്മളിത് ഇതുവരെ നമ്മുടെ ജൈവ ഞങ്ങൾ വരാത്തൊരു റൂട്ടാണ്. പൊക്കത്ത് പാലം താഴെയും പാലം അല്ലേ. പക്ഷേ പൊക്കത്തെ റോഡ് താഴെയാണ് റോഡ് കിടില. അത്യാവശ്യം 10 മിനിറ്റാണ് ഉദ്ദേശിക്കണത് ഈ വീഡിയോ. പാർട്ട് ബൈ പാർട്ടാന്ന് പറഞ്ഞില്ലേ. അതായത് ഇടിച്ച് ബ്രേക്ക് കൂടി ആ വണ്ടിക്കാരനൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. നിങ്ങൾക്ക് നമ്മുടെ മാപ്പ് കാണാൻ പറ്റണ്ടെന്ന് തന്നെ തോന്നണേ. ഡ്രൈവ് ടു ജക്കാർത്ത അങ്ങോട്ടാണ്. അതുപോലെ താഴെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു മാപ്പ് ഉണ്ട്. അത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. തുരുതാണ് റോഡ്. കുറേ പേര് നമ്മളോട് കമൻറ്റ് ചെയ്ത ട്രെയിനിൻ്റെ ഗെയിം എന്താ നിർത്തിയെന്ന്. ഗൈസ്, നമ്മൾ ഒരേ ഗെയിം തന്നെ എപ്പോഴും കളിക്കാൻ പറ്റില്ല, പല ഗെയിം കളിക്കണ്ടേ. അപ്പോൾ നമ്മൾ വേറെ ഗെയിം ഇതാണ് വെച്ചേക്കണേ. ബെസ് ഇന്തോനേഷ്യ. ചെക്ക് പോസ്റ്റ് കാശ് കൊടുത്ത് തീർത്തേക്ക് ഗൈസ്. അതിൻ്റെ മുമ്പ് നമ്മൾ 2 ചെക്ക് പോസ്റ്റിൽ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടൊറൻഡോയുടെ വണ്ടിയാണ് നമ്മൾ ഇട്ടേക്കണത്.
കണ്ടേ സെഡിപ്പ് കണ്ടാ പോകുമ്പോൾ തന്നെ നമ്മൾ പേടിയാണ്. എന്താണ് ഇത് കണ്ട ഫുള്ള് ലൈറ്റ് ആൻഡ് സെറ്റിങ്സാണ്. നമ്മൾ പാട്ട് ഇട്ടിട്ടില്ല രാത്രി കൊണ്ട്. നമ്മുടെ വണ്ടിത്തെ എല്ലാ മച്ചന്മാരും കിടന്ന് ഉറങ്ങുകയാണ്. സമയം 2-3 മണി ആയിട്ടുണ്ട്. ഓക്കെ, പരസ്യമായിരിക്കും. മഴയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒതുങ്ങണില്ലല്ലേ. ഒരു ഇടി കഴിഞ്ഞ്. നിർത്തിക്കോ വണ്ടി നിർത്ത്. അടുത്തിരിക്കും. 4% ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇത് കാണിച്ചു തരാം. ഞാനെന്ത് ചെയ്തേ, ചാർജും തീരാറായല്ലോ. കുഴപ്പമില്ല, കാണിച്ചു തരാം. എന്തേ ഓക്കെ കണ്ട നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നില്ല. ഇതാ കുത്തൊന്നേരെ പൊക്കത്ത് കണ്ട എത്ര ശതമാനം പോയെന്ന്. ഇത് ഫുള്ളായിട്ട് നമ്മൾ മാറ്റിയ മൂല കൊണ്ടുവരട്ടെ. ഞങ്ങൾക്ക് സ്പീഡാക്കാം. ഒരുത്തിനും ഇപ്പുറം കിടന്ന് താത്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വെച്ചാൽ വണ്ടി സ്കിഡായെന്ന് പറഞ്ഞപ്പോൾ തന്നെ വണ്ടി റെയിലിൽ കയറി ഇടിച്ചത് നമ്മുടെ കുഴപ്പമില്ല. നമ്മുടെ ഗെയിമിൽ ഇതാണ് ചാലഞ്ച്. ഇതാണ് എന്ത് പെർസെൻറ്റേജ് പറഞ്ഞ ആൾ മാറും. ഇവിടെ ഇങ്ങനെ ഇടിക്കണേന്നുള്ള കാര്യമില്ലല്ലോ. മാറാ എന്തെങ്കിലുമൊക്കെ പറ, ആൾക്കാർ കേൾക്കട്ടെ. പിന്നെ 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പകലിന് മുമ്പ് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണം. ഇത് ഏതോ സ്ഥലം? റിട്ടേൺ പാസഞ്ചർ ടു തിരിച്ചു കൊണ്ടുവന്നാക്കണേ. നമ്മൾ ഓട്ടം കഴിഞ്ഞ് അതാ പറഞ്ഞ രാത്രി ആയിന്ന്. 3 മുമ്പേ ഒന്നല്ല ഇത്. ഇത് ഏറെ ഇങ്ങോട്ടാ തിരിച്ചുകൊണ്ട് സ്റ്റേഷനിലാക്കണേ. ചിക്കത്തണ്ട എപ്പുറം വെച്ചൊരു ഇടിച്ച് കയറി കിടക്കണം. നമ്മളിത് കളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ഒറ്റപ്പാട്ടിട്ട് പിടിച്ചാൽ ഒറ്റപ്പാട്ടിട്ടായിരിക്കും നമ്മൾ ട്രെയിനിൻ്റെ ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ട്രെയിൻ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പാട്ടിട്ടായിരിക്കും മിക്കവാറും ഇത് ഇറങ്ങണേ. തിരിയട്ടെ, ഫുള്ള് ഒടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഫുട്ബോളിൻ്റെ ഇപ്പോൾ നമ്മൾ കളിക്കാറില്ല, ഇടയ്ക്ക് കളിക്കാറുണ്ട്. പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ ഹൈവേൻ്റെ ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മാപ്പിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ബ്രിഡ്ജ് എങ്ങനെ കിടക്കണേന്ന്. ഒരു ഇറക്കം, ഈ ഇറക്കത്തിൽ നമ്മൾ മാക്സിമം സ്പീഡ് ലോക്ക് ചെയ്തിടാൻ പോവുകയാണ്. പിന്നെ ആക്സിലേറ്റർ എന്നുള്ളൊരു പേടി വേണ്ട. ലോക്ക് അടിമുട്ടി ഫ്രണ്ടിൽ നമ്മൾ പുതിയൊരു ബമ്പർ പിടിപ്പിച്ചായിരുന്നു. പുത്തമുതി ഐറ്റായിരുന്നു ഏറ്റിയത്. വളവ് ഒറ്റടിക്ക് വളയോ ഇല്ലയോ? അയാൾ എവിടെ നിന്ന് വന്നേന്ന് എനിക്ക് അറിയില്ല. പുള്ളിനെ ഇടിച്ച് തെറിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ? തെളിവുണ്ട്. നിനക്ക് വണ്ടി വളച്ചെടുത്തണ്ടേ? അയാൾ എവിടെ നിന്നോ അറിയാണ്ട് അപ്രത്യക്ഷപ്പെട്ടത് എൻ്റെ കുഴപ്പമാണോ? എന്നതേ വച്ചാൻ കളിക്കാൻ പോണു. കളിച്ചോ. ലോക്കൊന്നും വേണ്ട നമുക്കിനി. പുള്ളി പ്രോയാന്നാ പറയണേ. 2 വർഷമായിട്ട് ഇത് കളിക്കണ്ടെന്നാണ് പറയണേ. 5 വർഷമോ റെക്കോർഡൊക്കെ കിട്ടി. പിന്നെ 5 വർഷം അടുപ്പിച്ചാൽ ചിനി ഇവർക്ക് ഫ്രീ ആയിട്ട് ബസ്സൊക്കെ. ഈ വീഡിയോ സ്ഥലം ഇപ്പോൾ ഒടിഞ്ഞു പോകില്ല, സ്റ്റുഡിയോ ഒടിഞ്ഞു പോവില്ല. കേറിയാനെ മര്യാദയ്ക്ക് ഓടി. കാലിന് വണ്ടി കൊടുത്ത് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കും. ആ ഇടുപ്പുണ്ടോ തിരിക്കണതിൻ്റെ? നമ്മളൊക്കെ ബ്രേക്ക് പിടിച്ച് പോയിരിക്കുമ്പോൾ പക്ഷേ ലെഫ്റ്റിലേക്ക് തിരിയാനുണ്ട്. സിഗ്നലിടാത്ത എന്തുട്ടാ മച്ചാൻ പറയടാ. 10 മിനിറ്റ് ആറായി. നമ്മളെ വണ്ടി കയ്യിൽ ഓണടിച്ച് കയറ്റാ അങ്ങോട്ട്. ബ്രേക്ക് ഫ്രണ്ടിൽ കുറ്റിക്കാട് വരെ നിന്നിട്ട് അത് ഇടിക്കും ഇല്ലേ? ഇങ്ങനെയാണ് നീ ഒതുക്കണ ഇതിന്റെ കയ്യില്. ഇറക്ക് ആളെ ഇറക്ക്. ഇത് ഡോർ ഇറക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ഓഫ് ആയി പോകും. സ്കിപ്പി, നോ താങ്ക്സ്. വണ്ടി പോട്ടെ ഗൈസ്. അപ്പം ഈ പാർട്ട് ഇത്രേ ഉള്ളൂ. ബൈ.